ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ വീണയുടെ വീട് താമസിക്കുന്ന വീട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാടക വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഡി വന്നപ്പം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ആക്രമിച്ചതും അവരുടെ കാറ് തല്ലി തകർത്തൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ. അതിന്റെ പേരിൽ 26, അതിനുശേഷം എത്ര പേരെ കൂടിയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ എന്റെ ഒരു അറിവനുസരിച്ച് 26 പേരെയാണ് കസ്റ്റഡിയിലുള്ളത്. അതിൽ 5 പേരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത്. ഈ 5 പേരെ കൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീണ താമസിക്കുന്ന വീടിന്റെ മുന്നിൽ, അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ ഈ പറയുന്ന 5 ചെറുപ്പക്കാരുമായി പോലീസ് സംഘം എത്തിയിരുന്നു. എടോ, ഈ പിണറായി വിജയൻ ഇത്തിരെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ, പോട്ടെ വീണക്ക് ഇത്തിരെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ ആ ഗേറ്റ് ഒന്ന് തുറന്ന്, വീടിന്റെ ആ വാതിലൊന്ന് തുറന്ന്, ഗേറ്റ് ഒന്ന് തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരണ്ടേ? തനിക്ക് വേണ്ടി അല്ലേ, തനിക്ക് വേണ്ടി തല്ലുകൊണ്ട, തനിക്ക് വേണ്ടി ഇതാ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ വേണ്ടി പോകുന്ന ഈ ഹതഭാഗ്യരായ ചെറുപ്പക്കാരുടെ മുഖമൊന്ന് കാണാൻ ഒന്ന് ഇറങ്ങി വരണ്ടേ വിജയ? ഒന്ന് ഇറങ്ങി വരണ്ടേ വീണേ? അതല്ലടോ അതിന് ശരി. നിങ്ങൾ എന്താ ചെയ്തത്? വാതിലടച്ചതിൻ്റെ ഉള്ളിൽ ഇരുന്നു അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാർ വന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തോന്നിയാസം കളിച്ച നിങ്ങളെ പിടിക്കാൻ ഇ ഡി വന്നപ്പോ ഇ ഡിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഈ ചെറുപ്പക്കാർ, ഇവർ വന്നത് ഇവരുടെ വീട്ടിലേക്ക് പൈസ ഉണ്ടാക്കാനല്ല, ഇവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, ഇവരുടെ മകൾക്ക് വേണ്ടിയിട്ടോ ഇവരുടെ മകന് വേണ്ടിയിട്ടോ ഇവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇവരുടെ അച്ഛന് വേണ്ടിയിട്ടോ അമ്മക്ക് വേണ്ടിയിട്ടോ അല്ല. ഈ ചെറുപ്പക്കാർ വന്നത് വീണക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? എന്നിട്ട് ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വീടിന്റെ മുമ്പിൽ, നമ്മളാണെങ്കിലും വീടിന്റെ മുമ്പിൽ തെളിവെടുപ്പിന് വന്നാൽ നമ്മളൊന്ന് വാതിൽ തുറന്ന് നോക്കൂലോ ഇല്ലേ? അതുപോലും ചെയ്യാതെ എന്നിട്ട് നീ ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞു നമ്മളോട്? ഒന്നിച്ചിറങ്ങുകയല്ലേ ചോദിച്ചില്ലടോ അല്ലേ? അല്ലടോ വിജയ, ചോദിച്ചില്ലേ? നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ? എന്തിനാണോ ഒന്നിച്ചിറങ്ങേണ്ടത്? നിന്റെ മോളി തോന്നിയാസം ചെയ്തതിന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചിറങ്ങണം. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം മനുഷ്യ വിരുദ്ധത, മാനവിക വിരുദ്ധത, ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ വിമർശിക്കാതിരിക്കുക? നിങ്ങൾ പറ. ഇതൊക്കെ ചെയ്തത് പിണറായി വിജയന്റെ മോളിൽ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണോ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് സൗകര്യമില്ല എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ട് പിണറായി വിജയന്റെ മറ്റ് തെണ്ടിത്തരങ്ങൾ, മറ്റ് ചെറ്റത്തരങ്ങൾ, മറ്റ് നാറിത്തരങ്ങൾ, മറ്റ് തെമ്മാടിത്തരങ്ങൾ അടുത്ത ഒരു വീഡിയോയിലല്ല, അടുത്ത നിരവധിയായ വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.